തിരുവനന്തപുരം കാരയ്ക്കാമണ്ഡപത്തെ യുവതിയെയും കുഞ്ഞിനെയും കൊലയ്ക്ക് കൊടുത്തത് ഭർത്താവ്. വീട്ടിൽ തന്നെ പ്രസവം നടത്താൻ ഭർത്താവ് നിർബന്ധിച്ചു. എത്ര ആവശ്യപ്പെട്ടിട്ടും ആശുപത്രിയിലേക്ക് എത്തിക്കാൻ തയ്യാറായില്ല. അശാസ്ത്രീയമായ അക്യുപങ്ചർ ചികിത്സയാണ് ഗർഭിണിയായ ഷമീറ ബീവിക്ക് നൽകിയിരുന്നത്. ഭർത്താവിനെതിരെ നരഹത്യാ കുറ്റവും പോലീസ് ചുമത്തിയിട്ടുണ്ട്. റിപ്പോർട്ട് നമ്മൾ കണ്ട ശേഷം അതിഥികളിലേക്ക്. ഈ കാണുന്ന വീട്ടിൽ വെച്ച് ഇന്നലെ രാത്രിയോടെയാണ് ഷമീറ ബീവിക്കും കുഞ്ഞിനും ജീവൻ നഷ്ടമായത്. വിദഗ്ധ ചികിത്സ നൽകാതെ വീട്ടിൽ പ്രസവിക്കാൻ ഭർത്താവ് പൂന്തുറ സ്വദേശി നയാസ് ഷമീറയെ നിർബന്ധിച്ചു. ഷമീറ ഇതിനു മുൻപ് 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിരുന്നു. ഇത് രണ്ടും സിസേറിയനിലൂടെയാണ്. ഇതിനു പിന്നാലെ മൂന്നാമതും ഗർഭിണിയായപ്പോൾ ആധുനിക ചികിത്സ വേണ്ടെന്നും അക്യുപഞ്ചർ ചികിത്സ മതിയെന്നും ഭർത്താവ് നയാസാണ് തീരുമാനിച്ചത്. ചികിത്സ നൽകാൻ ആവശ്യപ്പെട്ട ആരോഗ്യ പ്രവർത്തകരോട് നയാസ് മോശമായി പെരുമാറിയെന്നും ആക്ഷേപമുണ്ട്. ആശാപ്രവർത്തകർ ഇവിടെ പലതവണ ഒരു 20 ടൈംസ് എങ്കിലും ആശാപ്രവർത്തകർ വന്നിട്ടുണ്ട്. ഈ വീട്ടിൽ ആരും വരരുത് എന്ന് അവസാനം അവർ പലപ്പോഴും ആശാവർക്കിട്ട് പറയുന്നുണ്ടായിരുന്നു. അയാൾ ചികിത്സ നിഷേധിച്ചത് തന്നെയാണ് മരണകാരണം. ഉപേക്ഷിച്ച് കളയുമെന്ന് പറഞ്ഞിരുന്നത് കൊണ്ടാണ് മാത്രമാണ് ഇവർ ഹോസ്പിറ്റലിൽ പോകാത്തത്. പിന്നെ ഭർത്താവ് പറയുന്നത് അനുസരിച്ച് അതിനകത്ത് ഇരുന്നു. അവർ പുറത്ത് നമ്മളെ ആരടുത്തും സംസാരിക്കരുത്, മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. നയാസിന്റെ ആദ്യ ഭാര്യയിലെ മകൾ അക്യുപഞ്ചർ ചികിത്സ പഠിക്കുന്നുണ്ട്. ഷമീറ ബീവിയുടെ പ്രസവ സമയത്ത് ഈ മകളും സ്ഥലത്തുണ്ടായിരുന്നുവെന്നാണ് വിവരം. ഇവർ ഉൾപ്പെടെ പ്രസവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന ബന്ധുക്കൾക്കായി അന്വേഷണം നടക്കുന്നു. അക്വ പഞ്ചറാണെന്ന് പറഞ്ഞു. അക്വ പഞ്ചർ ആരാണെന്നും അറിഞ്ഞൂടാ. പക്ഷെ 1-2 ദിവസം ഒരു കാറിൽ ഒരു പയ്യനും ഒരു പെണ്ണ് വരണുണ്ട്. നമ്മളത് കണ്ടില്ല ആളാരാണെന്ന്. 2-3 ദിവസം കയറിപ്പോവും, അവരിറങ്ങിപ്പോവും ഒക്കെ ചെയ്യും. ഇന്നലെ പ്രസവ വേദന അനുഭവപ്പെട്ടിട്ടും ആശുപത്രിയിൽ പോയില്ല. ഇതിനിടെ അമിത രക്തസ്രാവം ഉണ്ടായി. തുടർന്ന് ബോധരഹിതയായ ഇവരെ നാട്ടുകാർ ഇടപെട്ട് കരമനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മണിക്കൂറുകൾക്ക് മുൻപേ അമ്മയും കുഞ്ഞും മരിച്ചതായി ഡോക്ടർമാർ അറിയിച്ചു. തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ഭർത്താവ് നയാസിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. രാത്രിയോടെ ഇവർ താമസിച്ചിരുന്ന വാടക വീട് പോലീസ് സീൽ ചെയ്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഇക്കാലത്ത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്ത, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ജാഗ്രത വേണം, ഇതിൽ വിലയിരുത്തൽ വേണം, വിശകലനം വേണം, ആത്മപരിശോധന വേണം. ഇത്തരം കാര്യങ്ങൾ എവിടെയെങ്കിലും നടക്കുന്നുണ്ട് എങ്കിൽ അത് പുറം ലോകത്തെയും അറിയിക്കണം. ഡോക്ടർ സുൽഫി IMAയുടെ പ്രതിനിധി തത്സമയം ചേരും. സനൽ ഇടമുറക് സാമൂഹ്യ നിരീക്ഷകനും തത്സമയം നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ഡോക്ടർ സുൽഫി, ഈ ശാസ്ത്രമേഖലയെ, ആരോഗ്യ പ്രവർത്തകരെ അടക്കം ഞെട്ടിപ്പിക്കുന്ന, ലജ്ജിപ്പിക്കുന്ന, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഈ സാംസ്കാരിക പ്രബുദ്ധത, അത്തരം പരിപ്രേക്ഷ്യങ്ങളെയൊക്കെ ലജ്ജിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ തലസ്ഥാന നഗരത്തിൽ നിന്നും കേൾക്കാനാകുന്നത്. 2 ജീവനുകൾ, ഒന്ന് നവജാത ശിശു, ഒന്നൊരു 36 വയസ്സുകാരി. ഭർത്താവിൻ്റെ പിടിവാശി മൂലം, ശാസ്ത്ര സംവിധാനങ്ങളെയൊക്കെ തന്നെ പിന്തള്ളിക്കൊണ്ടുള്ള പിടിവാശി മൂലം എങ്ങനെയാണ് ഡോക്ടർ സുൽഫി ഈ വിഷയത്തെ സമീപിക്കേണ്ടത്? ഇത് വളരെ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരെ മാത്രം ഞെട്ടലുണ്ടാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ കേരളത്തിന്റെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു ആരോഗ്യ മേഖലയിലുള്ള ഒരു രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ ഒരിക്കലും പാടില്ലായിരുന്നു. നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ തന്നെ പലതരത്തിലുള്ള ഇത്തരം അശാസ്ത്രീയ ചികിത്സകൾ മൂലം ധാരാളം ജീവനുകൾ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പ്രസവവുമായി ബന്ധപ്പെട്ടിട്ട്, അതും 4ാമത്തെ പ്രഗ്നൻസിയുടെ സമയത്ത് സിസേറിയൻ തീർച്ചയായിട്ടും ആവശ്യമായി വരുന്ന ഒരു സാഹചര്യത്തിൽ അക്യുപങ്ചർ പോലെ യാതൊരു ചികിത്സാ അടിസ്ഥാനവുമില്ലാത്ത, ശാസ്ത്രീയ അടിസ്ഥാനവുമില്ലാത്ത ഒരു ചികിത്സയിലേക്ക് പോവുകയും അത് തലസ്ഥാനത്ത് തന്നെ നടക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ശരിക്കും ആരോഗ്യ പ്രവർത്തകർക്കും എല്ലാവർക്കും വളരെയധികം കേരളത്തിന് പൊതുവെ അപമാനകരമായ ഒരു കാര്യമാണ് എന്ന് യാതൊരു സംശയമില്ലാതെ പറയാൻ കഴിയും. ഇത്തരം ഒരു രീതി, പലപ്പോഴും നമുക്ക് ഇതിനകത്ത് തീർച്ചയായിട്ടും ഒരു കൂട്ടുത്തരവാദിത്വമുണ്ട്. ഇത്തരം വേറിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെ, ആരോഗ്യ പ്രവർത്തകർ നിരവധി തവണ അവിടെ പോയിരുന്നു. ഡോക്ടർ അവിടെ പോകാൻ ശ്രമിച്ചു, അവിടുത്തെ കൗൺസിലർ ശ്രമിച്ചു, പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചു എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും ഇത്തരം ആൾക്കാരെ നമ്മൾ ആധുനിക ചികിത്സാ രീതിയിലേക്ക്, അല്ലെങ്കിൽ ശാസ്ത്രീയ ചികിത്സാ രീതികളിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതാദ്യം. പക്ഷെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നാം ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സംഭവവുമായിട്ട് കൂട്ടി വായിക്കേണ്ട മറ്റു ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ട് എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം അശാസ്ത്രീയ ചികിത്സാ രീതികളിലേക്ക് പെട്ടുപോകുന്നത് ഈ സാധാരണക്കാർ മാത്രമല്ല, വിദ്യാഭ്യാസപരമായോ അല്ലെങ്കിൽ സാമൂഹികപരമായോ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ മാത്രമല്ല, സാധാരണക്കാർ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ രാജ്യത്തെ
ചില സെലിബ്രിറ്റീസ് ഇത്തരം വ്യാജ ചികിത്സ അല്ലെങ്കിൽ ഇത്തരം അശാസ്ത്രീയ ചികിത്സകൾ വീണു പോയിട്ടുണ്ട്. പലപ്പോഴും ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരം ചികിത്സാ രീതികളിലേക്ക് പെട്ടുപോകുന്ന അനവധിയാണ് വളരെ പ്രശസ്തരായ ആൾക്കാർ ഇത്തരം അശാസ്ത്രീയ ചികിത്സകളിൽ വന്നു പോകുന്നുണ്ട്. അപ്പോൾ അത് നോക്കണം. അത്തരം ചികിത്സാ രീതികളിൽ അവർ പെട്ടുപോവുകയും അത് തുടരുകയും ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം നിരവധി കഴിഞ്ഞ ഒരു 10 കൊല്ലത്തെ ഹിസ്റ്ററി പരിശോധിച്ചാൽ തന്നെ, അല്ലെങ്കിൽ 15 കൊല്ലത്തെ ഹിസ്റ്ററി പരിശോധിച്ചാൽ തന്നെ നിരവധി സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ഇത്തരം അശാസ്ത്രീയ ചികിത്സകളിൽ അബദ്ധമായി പോയി ഈ അക്യുപങ്ചർ എന്ന ചികിത്സാ രീതി സ്വീകരിക്കുന്ന ഒരുപാട് ആളുകൾ അറിയാം. കാരണം പല ഇടുക്കിയിലും അങ്ങനെ പല സ്ഥലങ്ങളിലും ഒക്കെ ഒരുപാട് ഇടങ്ങളിലൊക്കെ പോകുന്ന ആളുകളൊക്കെ എൻ്റെ പോലും കാരണം ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ രീതി എന്താണ്? ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന ഒരു സിദ്ധൻ, അത് തിരൂരിലുള്ള ഒരു സിദ്ധൻ പറഞ്ഞിരുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ച അക്യുപങ്ചർ എന്ന പേരിലാണ് ഒരു പ്രചരണം നടത്തുകയും യഥാർത്ഥ അക്യുപങ്ചറുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത ചികിത്സാ രീതി എന്ന നിലയിൽ. അപ്പോൾ എവിടേക്കാണ് ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നത്? അവിടെ ഒരു മോണിറ്ററിങ് നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? പ്രത്യേകിച്ച് ഇത്രത്തോളം ആധുനിക സംവിധാനങ്ങൾ ഉള്ള ഒരു നാട്ടിൽ, പ്രത്യേകിച്ച് നേരത്തെ സുൽഫി പറഞ്ഞത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ നമ്മൾ കോവിഡിൻ്റെ കാലത്ത് പോലും വാക്സിനേഷൻ എടുക്കരുത് എന്ന വലിയൊരു പ്രചാരണം അതിനു മുമ്പേ പല ആളുകളും അല്ലെങ്കിൽ പലരുമൊക്കെ തന്നെ ഇത്തരം പ്രചരണങ്ങൾ നടത്തിയവർക്കെതിരെ നിയമ നടപടിയൊക്കെ ഏറ്റവും ഒടുവിൽ സ്വീകരിക്കേണ്ടി വന്നു. പിന്നീട് അതൊക്കെ പരസ്യമായി പറയാതെ രഹസ്യമായി ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ജീർണതയാണ്, ഒരു ക്യാൻസറായി അത് പടരുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലല്ലേ ശ്രീ സുൽഫി? അബ്സല്യൂട്ട്ലി, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കേരളത്തിലോ ഭാരതത്തിലോ മാത്രമുള്ളതല്ല. ഈവൻ വികസിത രാഷ്ട്രങ്ങളിൽ പോലും, വെൽ ഡെവലപ്ഡ് കൺട്രീസിൽ പോലും ഇത്തരം ഈ അക്യുപങ്ചറൊന്നും അവിടെ നിൽക്കില്ലായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഈ വാക്സിനേഷനെതിരെയുള്ള ആന്റി വാക്സിൻ ക്യാമ്പയിനുകൾ ഉണ്ടാകാറുണ്ട് അശാസ്ത്രീയ. പക്ഷെ ഒരിക്കലും ഗവൺമെന്റ് സർക്കാർ തലങ്ങളിൽ ഇത്തരം ഒരു അശാസ്ത്രീയ ചികിത്സാ രീതികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി തീർച്ചയായിട്ടും ഒരു വികസിത രാജ്യങ്ങളിലില്ല. അതാണ് ഏറ്റവും കാതലായ ഒരു വിഷയം. അത് സംസ്ഥാന സർക്കാരുകളാണെങ്കിലും കേന്ദ്ര സർക്കാരുകളാണെങ്കിലും ഇത്തരം അശാസ്ത്രീയ ചികിത്സാ സംവിധാനങ്ങളിലേക്ക് ഉള്ള ശ്രദ്ധ ആൾക്കാരിലേക്ക് പോകാതെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതൊന്ന്. രണ്ടാമത്, നമുക്ക് കർശനമായ നിയമനിർമ്മാണം ഉണ്ടാവണം. ഇത്തരം ചികിത്സിക്കാൻ വിട്ടുകൊടുത്ത ഭർത്താവ് മാത്രമല്ല ഇതില് പ്രതിയാകേണ്ടിയിരിക്കുന്നത്. ചികിത്സ നൽകാമെന്ന് ഓഫർ ചെയ്ത ഇത്തരം ഒരു ചികിത്സകൻ, ഒരു കപട ചികിത്സകനുണ്ട്. അദ്ദേഹവും ഈ പ്രതിക്കൂട്ടിൽ തന്നെ നിൽക്കേണ്ടതാണ്. അയാൾക്ക് ഉചിതമായ ശിക്ഷ നൽകി കൊടുക്കേണ്ടതാണ്. ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതോടൊപ്പം ഇത്തരം ചികിത്സകളിലേക്ക് തള്ളിവിടുന്ന ആൾക്കാർക്കെതിരെ നിയമ നടപടികൾ എല്ലാ തലങ്ങളിലും ഉണ്ടാകണം. ഇതിനെ നമ്മൾ രണ്ടായിട്ട് കാണണം. പലപ്പോഴും പറയും ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ചികിത്സയിൽ ഇന്ന കാര്യം സംഭവിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു അഴിമതിയുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള ചില ആരോപണങ്ങളെ കൊണ്ട് ഈ അശാസ്ത്രീയ ചികിത്സയെ ന്യായീകരിക്കാൻ ഒരിക്കലും കഴിയില്ല. അത് രണ്ടാണ്. അശാസ്ത്രീയ ചികിത്സ തന്നെയാണ്. അതേസമയം ആധുനിക വൈദ്യശാസ്ത്ര ശാഖയിൽ അഴിമതിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ നേരിടണം. പക്ഷേ ഇവിടെ തീർച്ചയായും സുൽഫി പറഞ്ഞതുപോലെ അതിന്റെ തുടക്കത്തിലെ ആ ഒരു രത്നച്ചുരുക്കം എന്നത് മനുഷ്യന്റെ ജീവൻ വെച്ച് കളിക്കരുത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ശ്രീ സനൽ ഇടമുറക്, നമ്മുടെ കേരളത്തിന്റെ വിശേഷണങ്ങൾ, കാരണം നമ്മൾ എത്രത്തോളം നേടിയിട്ടുള്ളതാണ്, ശരാശരി വിദ്യാഭ്യാസം എല്ലാവരിലേക്കും എത്തുന്നു. ഇപ്പോഴും ഇത്തരം ചിന്തകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി എന്തായാലും കാണാൻ കഴിയില്ല. കാരണം ഒരുപാട് വാർത്തകൾ കേൾക്കുന്നു. ഇങ്ങനെ ഒരു ദുരന്തമുണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ സാഹൂതം ഇത്തരത്തിൽ വിഷയങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നത്. ഈ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ വാർത്തയെ എത്രത്തോളം കരുതലോടും ഗൗരവത്തോടു കൂടി നമുക്ക് പരിശോധിക്കേണ്ടി വരും, തിരുത്തേണ്ടി വരും? ഇത് ഒരു അസാധാരണ സംഭവമാണ്, എക്സെപ്ഷനാണ് എന്ന് പറഞ്ഞ് ഇതിനെ തള്ളിക്കളയുക എന്നത് ഒരിക്കലും ചെയ്യരുതാത്ത കാര്യമാണ്. കാരണം ഇത് വളരെ പ്രചാരത്തിൽ നമുക്ക് പലപ്പോഴും നമ്മൾ കാണുന്നതിന് അപ്പുറം വളരെ രൂഢമൂലമായി ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ട ആൾക്കാർ ധാരാളമായിട്ടുണ്ട്. അങ്ങനെ അടിമപ്പെടുന്ന ആൾക്കാരെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് തിരുത്തേണ്ടത് എന്ന നിലയിലേക്കാണ് ചിന്ത പോകേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അക്യുപങ്ചർ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അക്സെപ്റ്റ് ചെയ്തതാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ ശരിയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പലപ്പോഴും പല കാര്യങ്ങളിലും പൂർണ്ണമായ ശാസ്ത്രീയമായ പിൻബലമില്ലാത്ത പല കാര്യങ്ങളെയും അംഗീകരിച്ചിട്ടുണ്ട്. അക്യുപങ്ചറിന്റെ കാര്യത്തിൽ, വേദനയെ നേരിടുന്ന കാര്യത്തിൽ അക്യുപങ്ചറിന് ചില കഴിവുകളുണ്ടെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ എല്ലാ ശാസ്ത്രീയ പഠനങ്ങളും കാണിക്കുന്നത് അതൊരു പ്ലാസിബോ എഫക്റ്റ് മാത്രമാണ്. ചില വേദനകൾ മാറിയതായി ചില ആൾക്കാർക്ക് തോന്നുന്നത് വിശ്വാസ ആധിക്യത്താൽ മാത്രമാണ്. തികച്ചും അശാസ്ത്രീയമായി യാതൊരു തരത്തിലുമുള്ള
സയന്റിഫിക് ബേസിസ് ഇല്ലാത്ത ഒരു ചികിത്സയാണ് അക്യുപങ്ചർ എന്നതിനപ്പുറത്തേക്ക് മാറിയിട്ട് എന്തുകൊണ്ടാണ് ആൾക്കാർ ആധുനിക വൈദ്യശാസ്ത്രത്തെ നിരാകരിക്കുന്നത് എന്നതിലേക്ക് വരേണ്ടതുണ്ട്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ആധുനിക വൈദ്യശാസ്ത്രത്തെ നിരാകരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ ക്വാക്കറിയുടെ പിന്നാലെ ആൾക്കാർ പോകുന്നത്. രണ്ട്, പ്രസവം പോലെ ഗൗരവമുള്ള ഒരു പ്രശ്നത്തെ എന്തുകൊണ്ട് അതിനുള്ളിൽ ഉണ്ടാകാവുന്ന അപകടങ്ങളെ ഒഴിവാക്കാൻ ആധുനിക വൈദ്യശാസ്ത്രം സഹായിക്കുമെന്നിരിക്കെ അത് നിരാകരിക്കാൻ തയ്യാറാവുക. ഏതാണ്ട് ഇരട്ടിയിലധികമാണ് സ്വാഭാവികമായി ഒരു ബർത്ത് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക് റേറ്റ് എന്ന് പറയുന്നത്. ശ്രീ സനൽ ഇടമുറക്, ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഗർഭാവസ്ഥയിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം കരുതൽ എത്രയോ മാസങ്ങൾക്ക് മുൻപേ ആണ് സ്വീകരിക്കേണ്ടത്. ഓരോ നിമിഷവും അവളുടെ ചലനങ്ങൾ, നടപ്പ്, കിടപ്പ്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുകയും ഗൗരവത്തോടെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇവരെ കൊണ്ടുചെന്ന് ആ ഒരു മനുഷ്യജീവനെ ഇത്തരത്തിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഉപദേശം തരുന്ന ആളുകളിലേക്ക് വിട്ടുകൊടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ കൂടി നമ്മൾ ചിന്തിക്കണ്ടേ? തീർച്ചയായിട്ടും. പക്ഷെ ആ മാനസികാവസ്ഥയെ നമുക്ക് തടയാൻ പറ്റണമെങ്കിൽ രണ്ട് തരത്തിൽ വേണം. ഒന്ന്, പൊതുവിദ്യാഭ്യാസത്തിലൂടെ ആൾക്കാരെ ബോധവൽക്കരിക്കാൻ പറ്റണം. അതുപോലെ തന്നെ നമ്മുടെ നിയമങ്ങൾ വഴി, അല്ലെങ്കിൽ ഇപ്പൊ ഗവൺമെന്റിന് ഒരു വലിയ കാര്യം ഇക്കാര്യത്തിൽ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മുടെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഒരു ക്വാക്കറി വാച്ച്, ഒരു സെപ്പറേറ്റ് വിങ് ഉണ്ടാക്കുകയും ഇത്തരം കാര്യങ്ങളെ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യണം എന്ന് പറയുന്ന ഒരു പരിപാടി പല രാജ്യങ്ങളിലും നടപ്പിലാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് ഇതുപോലെ ഒരു ക്വാക്കറി വാച്ച് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ ബോധവൽക്കരിക്കുന്നതിനും ആൾക്കാരെ പഠിപ്പിക്കുന്നതിനും വേണ്ടി വന്നാൽ അത്തരം കാര്യങ്ങൾക്ക് വിധേയമാകുന്ന ആൾക്കാരെ പേഴ്സണലി അഡ്രസ് ചെയ്തുകൊണ്ട് തന്നെ അതിനെ പരിഹാരം കണ്ടെത്താനും ഒക്കെ ശ്രമിക്കാവുന്നതാണ്. ആ നിലയിലേക്ക് പോകേണ്ട തരത്തിൽ വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. തീർച്ചയായും സനൽ ഇടമുറക് സൂചിപ്പിച്ചതുപോലെ ശ്രീ സുൽഫി, നമുക്ക് കുറച്ചുകൂടി മോണിറ്റർ ചെയ്യണം ഇങ്ങനെയുള്ള എവിടെയെങ്കിലും കേട്ടുകേഴ്വിയോ അല്ലെങ്കിൽ, കാരണം മനുഷ്യന്റെ ജീവൻ വെച്ചുള്ള കളിയാണ്. ആലോചിക്കൂ, രണ്ട് ജീവൻ, ഒന്ന് ജനിക്കാനിരിക്കുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞില്ലാതാകുന്നു, 36 വയസ്സുള്ള ഒരു പെൺകുട്ടി ഈ ലോകത്തില്ല. അപ്പോൾ ഇത് എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അത് തടയണം. പോലീസ് നിരന്തരം ആവശ്യപ്പെട്ടു, ആശാവർക്കർമാർ ആവശ്യപ്പെടുന്നു, കൗൺസിലർമാർ ആവശ്യപ്പെടുന്നു. എന്നിട്ടും ഒരു നിർബന്ധ ബുദ്ധി എടുക്കുമ്പോൾ നമുക്കവിടെ ചെയ്യാൻ കഴിയുമായിരുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആരോഗ്യ പ്രവർത്തകർ പോലും ലജ്ജിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത്. അപ്പോൾ നമുക്കിനിയും ഇത്തരം കാര്യങ്ങളെ ഗൗരവത്തോടു കൂടി കണ്ട്, നേരത്തെ സനൽ ഇടമുറക് സൂചിപ്പിച്ചതുപോലെ ഒരു മോണിറ്ററിംഗ് സംവിധാനം, അതും ഈ ആധുനിക സംവിധാനമുള്ള ഈ യുഗത്തിൽ ഡോക്ടർ സുൽഫി. യെസ്, തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ നമുക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു മോണിറ്ററിംഗ് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. പലപ്പോഴും എന്താണ് സംഭവിച്ചത്, നമ്മുടെ എക്സിസ്റ്റിംഗ് നിയമങ്ങളിലൊക്കെ തന്നെയും ഇപ്പോ ഏറ്റവും പുതുതായിട്ട് വന്ന ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പോലെയുള്ള മറ്റ് നിയമങ്ങളിലൊക്കെ തന്നെയും ഈ വ്യാജ ചികിത്സയെ ടാർഗറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ മറ്റ് ശാസ്ത്ര മേഖലകളിലേക്ക് കൂടി ഇപ്പോ മറ്റ് ചികിത്സാ മേഖലകളെല്ലാം തന്നെയും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ പരിധിയിലേക്ക് വരുത്തപ്പെടേണ്ടതാണ്. അത് ആദ്യഘട്ടം മാത്രമായിട്ട് ഈ മോഡേൺ മെഡിസിൻ മാത്രം നിലനിർത്തുന്ന ഒരു രീതിയുണ്ട്. അപ്പോ മറ്റ് സിസ്റ്റത്തെ എല്ലാം ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലേക്ക് കൊണ്ടുവരികയും ഒരു മോണിറ്ററിംഗ് ഉണ്ടാവണം. അത്തരം അത് ജില്ലാ തലങ്ങളിലും പ്രാദേശിക തലങ്ങളിലും ഒക്കെ തന്നെ അത്തരം ഒരു മോണിറ്ററിംഗ് ഉണ്ടായിക്കൊണ്ട് ഇത്തരം ചികിത്സാ രീതികൾ നടക്കുന്ന സാഹചര്യങ്ങളും നമുക്കറിയാം. ഈ മാതൃഭൂമി തന്നെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ വ്യാജ ചികിത്സകരെ പിടിക്കുവാനായിട്ടുള്ള ഒരു പരമ്പര തന്നെ നടത്തിയിരുന്നു. ധാരാളം ആൾക്കാരെയാണ് അന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. അപ്പൊ അത്തരം ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ പോലെയുള്ള ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പോലെയുള്ള സംഘടനകൾ ഇത്തരം ആന്റി ക്വാക്കറി സെല്ല് വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ സഹായം എടുക്കാം. സർക്കാരിന്റെ ഭാഗത്ത് നിന്നും കർശനമായ നടപടിയുടെ, മാധ്യമങ്ങളുടെ ജാഗ്രത ഉണ്ടാകണം. ഇതിനൊക്കെ അപ്പുറം പൊതുജനങ്ങൾക്ക് ഇത്തരം ഒരു ഫോൾസ് ക്ലെയിം, നമ്മുടെ മനുഷ്യന്റെ ഒരു അവസ്ഥ അതാണ്. അതായത് നമുക്ക് ഇപ്പൊ ഈ പ്രസവത്തിന്റെ കാര്യം മാറി നിൽക്കട്ടെ, പ്രസവത്തിന്റെ കാര്യം എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മറ്റ് ചികിത്സകളാണെങ്കിൽ ഒരുപക്ഷെ ക്യാൻസറിന്റെ ചികിത്സയോ അല്ലെങ്കിൽ ദീർഘനാൾ നിൽക്കുന്ന റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള വാദസംബന്ധമായ രോഗങ്ങളായിക്കോട്ടെ, ഇത്തരം ദീർഘകാലം നിൽക്കുന്ന രോഗങ്ങൾക്കൊക്കെ തന്നെയും എന്തെങ്കിലും ഒരു അത്ഭുതം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന മാനസികാവസ്ഥ എല്ലാവർക്കും ഉണ്ടാകുന്നത് തെറ്റല്ല. ആലോചിക്കുക, എനിക്ക് മറ്റൊരു ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം മാറുമോ എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവും. അതിനെ ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ കണ്ടെത്തുവാനുള്ള ഒരു പരിചരണം അല്ലെങ്കിൽ ആ ഒരു പരിശീലനം പൊതുസമൂഹത്തിനും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത് പ്രചരിപ്പിക്കപ്പെടേണ്ടതുമായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം വീണ്ടും അടിവരയിട്ട് പറയുന്നു. ഒരു കാരണവശാലും ഇത്തരം കപട ചികിത്സകളിലേക്ക്, വ്യാജ ചികിത്സകളിലേക്ക്, അശാസ്ത്രീയ ചികിത്സകളിലേക്ക് കേരളത്തിലെ ഒരു സെലിബ്രിറ്റിയും അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളും പോകാൻ പാടില്ല. അതിനെ തള്ളിപ്പറയാനുള്ള ആർജവം അവർക്ക് ശക്തമായി ഉണ്ടാവുകയും വേണം. തീർച്ചയായും. ശ്രീ സനൽ ഇടമുറക്, നമ്മുടെ കേരളത്തിൽ ഈ പൊതുജനാരോഗ്യ ബില്ല്, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്, ഈ മെഡിക്കൽ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഇതൊക്കെ നിലവിലുണ്ട് ഇപ്പോഴും. എന്നിട്ടുകൂടി
ഇത്തരത്തിലുള്ള വ്യാജ ചികിത്സാ കേന്ദ്രങ്ങൾ എന്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്? നേരത്തെ സുൽഫി പറഞ്ഞതുപോലെ മാതൃഭൂമി ന്യൂസ് കഴിഞ്ഞ മാസം ഇത്തരത്തിൽ നിരന്തരം ജാഗ്രത ആളുകൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പുനലൂരടക്കം കൊല്ലത്തിന്റെ വിവിധ ഭാഗങ്ങളിലടക്കം മലപ്പുറത്ത് ഇങ്ങനെയൊക്കെ പല കേന്ദ്രങ്ങളിൽ രഹസ്യ ക്യാമറയുമായി ഞങ്ങൾ ഒളിക്യാമറയിൽ പകർത്തിയ ഒട്ടനവധി ദൃശ്യങ്ങളുണ്ട്. കാരണം ഒരു ഇഞ്ചക്ഷൻ പോലും എടുക്കാൻ അറിയാത്ത രീതിയിലുള്ള ആളുകൾ പ്രവർത്തിക്കുന്നു, കാശ് വാങ്ങിച്ച് പ്രവർത്തിക്കുന്നു. അത് എത്രയോ നാളുകളായി അവിടെ ആളുകൾ തിക്കും തിരക്കും. കാരണം ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് പോലും പിന്നീടും അവിടേക്ക് ആളുകളുടെ വരവെന്നാണ്. അപ്പോൾ ഒരു വല്ലാത്തൊരു അഡിക്ഷൻ ആയി കഴിഞ്ഞു. അതിൻ്റെ ഒരു മനഃശാസ്ത്രം എന്താണ്? നമുക്ക് എവിടെ പിടിക്കേണ്ടി വരും? കാരണം പല ജില്ലകളിലും മതപരമായ രീതിയിൽ പോലും പല ഈ തെറ്റിദ്ധാരണകൾ പരത്തുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊക്കെ വലിയ മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്നിട്ട് കൂടി ഇത്തരം പുഴുക്കുത്തുകൾ അതും വലിയ ശക്തിയോടുകൂടി വീണ്ടും തിരിച്ചു വരുന്നുണ്ടെങ്കിൽ എന്താണ് അതിന് മറുപടി? ശ്രീ സനൽ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ക്രോണിക് ആയിട്ടുള്ള എയിൽമെന്റ്സിന് പലപ്പോഴും പെട്ടെന്ന് പരിഹാരം കിട്ടുന്നില്ല, അത് വീണ്ടും വീണ്ടും വരുന്നു. അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള ടെർമിനൽ സ്റ്റേജിലേക്ക് എത്തിക്കഴിയുന്നു. അപ്പോൾ ഡോക്ടർ സുൽഫി റൈറ്റ്ഫുള്ളി ഹി ഹാസ് പോയിന്റഡ് ഇറ്റ് ഔട്ട്. അപ്പൊ ആൾക്കാർ വളരെ നിസ്സഹായരാണ് ഇത്തരം അവസരങ്ങളിൽ. അപ്പൊ അതുകൊണ്ട് എന്ത് നോക്കിയാലും ജീവൻ തിരിച്ചു കിട്ടുമോ എന്ന് തോന്നുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. അതാണ് ഇവരുടെ വിന്നിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ക്രോണിക് എയിൽമെന്റ്സോ അല്ലെങ്കിൽ വളരെ ടെർമിനൽ എയിൽമെന്റ്സ് ഒക്കെ ഉള്ള സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ കോർപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റിന് ഒരുപക്ഷെ നമുക്കവിടെ ഉണ്ടാക്കുമെങ്കിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി ഇത്തരം ആൾക്കാരെ ഇത്തരം വ്യാജ ചികിത്സകൾക്ക് വിധേയമാകുമ്പോൾ അവരെ കൺസോൾ ചെയ്യാനും അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും അവരെ ബോധ്യപ്പെടുത്താനും വളരെ കെയർഫുൾ ആയിട്ട് സാധിക്കുന്ന മട്ടിൽ ഉള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാകണം. ഇതൊരു ഒരു പ്രചരണം മാത്രമല്ല, ഇത് വി ടേക്ക് കെയർ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് കൊടുക്കണം. എന്നിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം ഇതിന്റെ പരിമിതികൾ, രോഗത്തിന്റെ പ്രശ്നങ്ങൾ, ചികിത്സയുടെ പരിമിതികൾ, നമ്മൾ ചെയ്യാവുന്ന എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു മെഡിക്കൽ എഡ്യൂക്കേഷൻ, മെഡിക്കൽ ലിറ്ററസി, പ്രത്യേകിച്ച് രോഗങ്ങളുള്ള ആൾക്കാരുടെ വീടുകളിൽ എത്തിക്കുക എന്ന നിലയിലേക്ക് ഇത് കടന്നു ചെല്ലുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദേ ആർ വൾണറബിൾ. ഈ വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് പലപ്പോഴും ഇതിന് വിധേയമായി പോകുന്നത്. അവർക്ക് ഈ അന്ധവിശ്വാസത്തിന്റെ ഒരു പ്രത്യേക മാനസികാവസ്ഥ കൂടി ഉണ്ടെങ്കിൽ വളരെ വേഗം അതിന് വിധേയമായി പോകും. അതുകൊണ്ട് അവരെ കെയർഫുൾ ആയിട്ട് അഡ്രസ്സ് ചെയ്യുകയും അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അവർക്ക് ഒരു വൈദ്യ വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ഒരു ആന്റി ക്വാക്കറി വിങ് നമുക്കുണ്ടാകുമെങ്കിൽ അതിൽ വളരെ പ്രധാനപ്പെട്ടതായി വരേണ്ട ചുമതലകൾ ഒന്നാണിത്. തീർച്ചയായും അതിഥികൾ തുടരുക. നമുക്ക് ചെറിയ ഇടവേള എടുത്ത ശേഷം വരാം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് രണ്ട് മേഖലയിലുള്ള രണ്ട് വിദഗ്ധർ പറയുന്നത്. കാരണം അതുകൊണ്ട് എല്ലാവരും തീർച്ചയായും ശ്രദ്ധിക്കുകയും വേണം. ഒപ്പം നിങ്ങൾ കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകൾ ആരെങ്കിലും ഇത്തരത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട അധികാരികളെ, കൗൺസിലർമാരുൾപ്പെടെയുള്ളവരെ അറിയിക്കാനും ശ്രമിക്കണം. തികഞ്ഞ ജാഗ്രത വേണം. എങ്കിൽ നമുക്കൊരു ജീവൻ നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരു നിമിഷം മതി, പക്ഷെ തിരിച്ചു കൊടുക്കാനാകില്ല എന്ന യാഥാർത്ഥ്യം കൂടി ഉൾക്കൊള്ളണം. ചർച്ചയിലേക്ക് തിരികെ ഡോക്ടർ സുൽഫി, കാരണം ഈ ചർച്ച നടക്കുമ്പോൾ നമ്മുടെ യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ആധുനിക ചികിത്സാ രീതി, പിന്നെ ഈ നാട്ടിൽ ഒരുപാട് വ്യാജ ഡോക്ടർമാരുണ്ട്, ഗവൺമെന്റ് സീരിയസ് ആയി ഇക്കാര്യത്തിൽ ഇടപെടേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് പലരുടെ അഭിപ്രായം. കാരണം അതിന് അഭിപ്രായം കറക്റ്റാണ്. കാരണം നമ്മളെടുത്ത ക്യാമ്പയിൻ, ആ ക്യാമ്പയിനിലൂടെ പുറത്തു കൊണ്ടുവന്ന ആളുകൾക്കെതിരെയുള്ള നിയമ നടപടി ശക്തമായി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അവർ വീണ്ടും ആ സ്ഥലങ്ങളിൽ കൂണുപോടെ പല വേഷത്തിൽ പല രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും അത് ഉണ്ട് എന്ന് പറയേണ്ടി വരുമായിരിക്കാം. അപ്പോൾ കൃത്യമായ മോണിറ്ററിംഗ് വേണം. പിഴയ്ക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇടപെടലിന് വഴിവെക്കുന്ന വലിയൊരു ഉത്തരവാദിത്തമുണ്ട് IMA എന്ന സംവിധാനത്തിന്. നിരന്തരം ഇത്തരം കാര്യങ്ങളിൽ IMAയുടെ ഇടപെടൽ ശ്ലാഘനീയമാണ്, അത് നടത്തുന്നുണ്ട്. പക്ഷെ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടി നമുക്ക് നിയമ നടപടികൾ കർക്കശമാക്കേണ്ടതല്ലേ? അതിനുവേണ്ടി താങ്കളുടെ സംവിധാനത്തിന് എന്തിടപെടൽ നടത്താൻ കഴിയും? നമുക്ക് ഇത്തരം വ്യാജ ചികിത്സ നടത്തുന്നവരുടെയൊക്കെ ഒരു രീതി വളരെ തൊട്ടു മുമ്പ് സൂചിപ്പിച്ചതുപോലെയാണ്. അത് അവർ ഒരു സ്ഥലത്ത് ഇങ്ങനെ വ്യാജ ചികിത്സ നടത്തും, അത് കുറച്ചുനാൾ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കും. അപ്പൊ കുറച്ചുനാൾ കഴിയുമ്പോൾ ആൾക്കാർക്ക് ഒന്നായി തെറ്റുകൾ ആൾക്കാർ കണ്ടുപിടിക്കാൻ തുടങ്ങും. അപ്പൊ കണ്ടുപിടിക്കാൻ തുടങ്ങുമ്പോൾ പരാതി ഉണ്ടാവും. പരാതികൾക്ക് ശേഷം മറ്റു സംഘടനകളോ അല്ലെങ്കിൽ ആൾക്കാരോ ഒക്കെ തന്നെ ഇടപെട്ടിട്ട് അത്തരം സംവിധാനങ്ങളെ നിർത്തുന്നു. അപ്പോ ഈ വ്യാജ ചികിത്സ നടത്തുന്ന ആൾ അടുത്തൊരു ടാർഗറ്റ്, ചിലപ്പോൾ ആ ജില്ല വിടുന്നു, അല്ലെങ്കിൽ ആ ജില്ലയിലെ മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നു. അവിടേക്ക് മാറി ഇതേ രീതിയിൽ അവര് ഇത്തരം ഒരു വ്യാജ ചികിത്സയുടെ രീതികൾ തുടങ്ങും. അവർക്ക് പെർമിറ്റഡ് അല്ലാത്ത, അവർക്ക് പഠിച്ചിട്ടില്ലാത്ത മരുന്നുകളെ കുറിച്ചോ അല്ലെങ്കിൽ മരുന്നുകളെ ഈ പലരും വളരെ രസകരമാണ്, വളരെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ മരുന്നുകൾ, ആന്റിബയോട്ടിക് ഉൾപ്പെടെയുള്ള മരുന്നുകൾ നൽകുന്ന വളരെയധികം വ്യാജന്മാര് നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും ഒക്കെ നിലവിലുണ്ട്. അപ്പൊ അവര് ഈ ചികിത്സയിലേക്ക് പോകും.
അപ്പൊ നമുക്കിതിനെ ഒന്ന് നമ്മളെ ഇത്തരം ഈ വ്യാജ ചികിത്സ നടത്തുന്ന ആൾക്കാരെ കുറിച്ചുള്ള അവബോധം. നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, അടിസ്ഥാനപരമായിട്ട് നമ്മളെ ചികിത്സിക്കുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കാനുള്ള എല്ലാ അവകാശവും ജനങ്ങൾക്കുണ്ട്. ഇപ്പൊ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോവാണ്, ഡോക്ടറിന്റെ പേര് മാത്രം പോരാ, ഡോക്ടർ പേര് എഴുതിയിരിക്കുന്ന ഡിസ്പ്ലേ പോരാ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡിഗ്രികൾ കാണിച്ചിരിക്കുന്ന ലെറ്റർ ഹെഡ് മാത്രം പോരാ. അദ്ദേഹത്തിന്റെ ഡിഗ്രി എന്താണ്, അദ്ദേഹം എവിടെയാണ് പഠിച്ചത്, എപ്പോഴാണ് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ ചികിത്സാ മേഖലയിലാണ് അദ്ദേഹത്തിന് എക്സ്പെർട്ടൈസ് ഉള്ളത്, അടിസ്ഥാന വിദ്യാഭ്യാസം അല്ലെങ്കിൽ അടിസ്ഥാന ബിരുദമായ MBBS മറ്റു ചികിത്സാ രീതികളോ MBBS ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനുള്ള അവകാശമുണ്ട്. അവിടെയാണ് മുമ്പൊക്കെ ഇപ്പോ പലപ്പോഴും നമ്മൾ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പോലെ ഒരു QR കോഡ് സംവിധാനം നമ്മളിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൺസൾട്ടേഷൻ റൂമിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പരിശോധനാ മുറികൾ ഡിസ്പ്ലേ ചെയ്യുന്ന QR കോഡ് സ്കാൻ QR കോഡിലൂടെ നമുക്ക് എല്ലാം ലഭ്യമല്ലേ? അത്തരം QR കോഡ് സ്കാനിങ്ങിലൂടെ ഒരു ഡോക്ടറിന്റെ അല്ലെങ്കിൽ ചികിത്സകന്റെ സർവ്വവിധ വിവരവും നമുക്ക് ലഭ്യമാകണം, വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകണം. അതിനുള്ള അവകാശം രോഗികൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു ഇദ്ദേഹം എവിടെ പഠിച്ചു, വ്യാജ ചികിത്സകനാണോ അല്ലാത്ത ചികിത്സകനാണോ, എവിടെയാണ് അടിസ്ഥാന വിദ്യാഭ്യാസം, MBBS ഉണ്ടോ, പോസ്റ്റ് ഗ്രാജുവേഷൻ എവിടെയാണ്, ഇതെല്ലാം തന്നെയും നമുക്ക് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരം ഒരു നിർദ്ദേശം ആക്ച്വലി ഞാൻ മനസ്സിലാക്കുന്നത് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരം ഒരു തീർച്ചയായും സുൽഫി, എന്തായാലും നമുക്ക് സംവിധാനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിനെ കാര്യക്ഷമമാക്കണം. ശ്രീ സനൽ ഇടമറുക്, കാരണം യുക്തിപരമായിട്ടുള്ള ഇത്തരം മേഖലകളിലെ ലോക സാധ്യതകളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഏകദേശം അതിന്റെ രൂപങ്ങളൊക്കെ ഘടനകളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ ചോദിക്കുകയാണ്, നമുക്ക് ഒരു പരിവർത്തനം ആവശ്യമാണ്. ഇനിയും ഇത്തരം കുരുതികൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട്, അത് പ്രായോഗികമാക്കണം. അതിനു വേണ്ടുന്ന ഇടപെടൽ എവിടെ നമ്മൾ കൃത്യമായി ക്ലിപ്പിടണം, ഈ സംഭവമൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്, എത്ര രീതിയിലുള്ള ഏതൊക്കെ രീതിയിലുള്ള കോർഡിനേഷൻ, സംയോജിതമായിട്ടൊരു കോർഡിനേഷൻ ഇതിന് ഇത്തരം കാര്യങ്ങളെ തിരുത്തണമെങ്കിൽ നിയമപരമായിട്ടടക്കം എടുക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അതിനകത്ത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ഒരു നമ്മുടെ മെഡിക്കൽ കൗൺസിലോ ഒക്കെ ചെയ്യുന്ന ഇനിഷ്യേറ്റീവ്സ് കൂടാതെ തന്നെ നമുക്ക് കുറെ കൂടി വിപുലമായ മേഖലയിലേക്ക് ഇത് കടന്നു ചെന്നെങ്കിൽ മാത്രമേ സാധാരണ ജനങ്ങളിലേക്ക് ഇത് എത്തിച്ചേരുകയുള്ളൂ. ഒരുപക്ഷെ നമുക്ക് സ്കൂളുകളിലെ നമ്മുടെ കരിക്കുലം കണ്ടന്റിന്റെ കാര്യത്തിൽ പോലും നമുക്ക് ഈ ക്വാക്കറിക്കെതിരായിട്ടുള്ള ഒരു പൊതുവായ അവബോധം വളർത്തുന്നതിന് ഒരു വലിയ പങ്ക് വഹിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് എഡ്യൂക്കേഷൻ, അവിടെയാണ് ഞാൻ പറയുന്നത് ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ ചെയ്യാവുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്താണ് ക്വാക്കറി എന്നതിനെ കുറിച്ച് ഒരു പൊതുധാരണ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഈ ക്വാക്കറിയെ തിരിച്ചറിയാനായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. കൃത്യമായിട്ട് തന്നെ ക്വാക്കറി പ്രാക്ടീഷണേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക, അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, അവരെ നിയമം കൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ തടയുക. അതിനും അപ്പുറത്ത് ഇതിന് വിധേയരാകുന്ന ആൾക്കാർ, ഈ വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്ന ഒരു ബഹുമുഖമായ പരിപാടി കൊണ്ട് ഇതിനെ അഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇക്കാര്യത്തിൽ വളരെയേറെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു മേഖലയാണ് ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ. അവിടെയൊക്കെ ക്വാക്കറിയെ വളരെ ഗൗരവമായി നിയന്ത്രിക്കാൻ പറ്റിയത് ഒരു വലിയ ഇൻവോൾവ്മെന്റോടുകൂടി ഗവൺമെന്റും ജനങ്ങളിലെ ഒരു വലിയ വിഭാഗവും അതുപോലെ തന്നെ മെഡിക്കൽ കൗൺസിലുകളും എല്ലാം കൂടെ സംയുക്തമായി നടത്തിയ വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഗണ്യമായി കുറഞ്ഞു വന്നത്. ഇത് നമുക്ക് കേരളം പോലൊരു സമൂഹത്തിൽ ഏതാണ്ട് ലിറ്ററസി 100% എത്തിയിട്ടുള്ള ഒരു സ്ഥലത്ത് ഈ പറയുന്ന പോസിബിലിറ്റീസ് നമുക്കുണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യാൻ ഉള്ള ഒരു വിൽ പവറാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഇത് നടപ്പിലാക്കാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും ജനങ്ങളിലേക്ക് അവബോധം വളർത്തിയെടുക്കാനും തീർച്ചയായും സാധിക്കുക തന്നെ. തീർച്ചയായും വളരെ നന്ദി ശ്രീ സനൽ ഇടമറുക്. ഒപ്പം ഡോക്ടർ സുൽഫി വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ വിഷയത്തിൽ നിലപാടുകളും നിർദ്ദേശങ്ങളും പങ്കുവച്ചതിന്. അങ്ങനെ ഒരു യുവതിയുടെയും നവജാത ശിശുവിൻ്റെയും ജീവനെടുത്തത് ഭർത്താവിൻ്റെ പിടിവാശി, ആശുപത്രിയിൽ എത്തിക്കാതെ സ്വയം ചികിത്സ നടത്തിയതിൻ്റെയും സിദ്ധൻ്റെ സഹായം തേടിയതിൻ്റെയും കൂടി കാരണമാകുന്നു എന്നുള്ളതാണ് ഗൗരവമേറിയ വിഷയം.